സമയം 11 മണിയായി. ക്ലബ് എഫ്എമ്മിന്റെ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ഞാൻ റീനു എഴുന്നേറ്റിരിക്കുക. എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ട് ലെവിൻ, അവൻ കിടന്നുറങ്ങാ. എണീക്ക്. എണീറ്റ്. ഇഷ്ടത്തെ പ്രണയമായിട്ട് കൂടുതലും തെറ്റിദ്ധരിക്കുന്നത് ആൺകുട്ടികളാ എന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ? +2 ഡിഗ്രിക്ക് വെക്കുക ഇത്തരം തെറ്റിദ്ധാരണകൾ കൂടുതലും ഉണ്ടാവുന്നത്. പെൺകുട്ടികൾ പലപ്പോഴും വളരെ ഫ്രീ ആയിട്ട് ആൺകുട്ടികളോട് ഇടപെടും. പക്ഷേ നിങ്ങളത് പ്രണയമായിട്ട് കരുതും. മഡോണയുടെ ഒരു പാട്ടിൽ കേട്ടിട്ടില്ലേ, യു ഓൾവേസ് സീ വാട്ട് യുവർ ഐസ് വോണ്ട് ടു സീ എന്ന്. നമ്മൾ കാണണം എന്നാഗ്രഹിക്കുന്നതേ നമ്മുടെ കണ്ണുകൾ കാണുമെന്ന്. നിങ്ങൾക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ ആ കുട്ടി വെറുതെ ഒന്ന് ചിരിച്ചാൽ മതി, നിങ്ങൾ വിചാരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടമാണ്. അത് ശരിയായിക്കൊള്ളണമെന്നേ ഇല്ല. ഇങ്ങനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഒരു പ്രണയത്തിൽ വേദനകൾ ഉണ്ടാവുന്നത്. എനിക്കുറപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഇങ്ങനെ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടില്ലേ? എന്നോടൊന്ന് പറയൂ. മെസ്സേജ് ചെയ്താൽ മതി 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ലവ് ബൈറ്റ്സ് 1 മണി വരെ ഉണ്ടെന്ന് ഓർത്ത് അതുവരെ ആ മെസ്സേജ് അയക്കാൻ കാത്തിരിക്കണ്ട കേട്ടോ, വേഗം അയക്കുന്നേ. പരിഭവങ്ങൾ പിന്നെ പറയേണ്ട ഇഷ്ടപ്പെടുന്ന ആളോട് തന്നെയല്ലേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ 12th വരെ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ മിക്സ്ഡ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അവൻ്റെ ക്ലാസ്സിൽ മോനിഷ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ എല്ലാവരോടും നല്ല ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു കുട്ടി. ഇവനോടും അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. ഇവന് പക്ഷെ അതുവരെ അങ്ങനെ അധികം ഗേൾസ് ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. അവൻ വിചാരിച്ചു അവൾക്ക് അവനോട് പ്രണയമാണെന്ന്. അവൻ കയറി പ്രപ്പോസും ചെയ്തു. അവളാണെങ്കിൽ അപ്പം തന്നെ തിരിച്ച് നോയും പറഞ്ഞു. അവളെ ചതിച്ചു എന്നും പറഞ്ഞ് അവൻ ഡിപ്രഷനിലുമായി. ഈ പെൺകുട്ടിയോട് പിന്നെ ഞങ്ങളെല്ലാവരും ചെന്ന് സംസാരിച്ചിട്ടോ. അവൾക്ക് അവനോട് ഒരു പ്രണയവും ഇല്ലായിരുന്നു. 10th തൊട്ടേ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെയാണ് അവൻ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചത്. ആരുടെയെങ്കിലൊക്കെ ജീവിത കഥയായിട്ട് ഒരു സിമിലാരിറ്റിയൊക്കെ തോന്നുന്നുണ്ടോ? നമുക്ക് പലർക്കും സംഭവിക്കുന്നതാണ്. പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾ നമ്മളോട് കുറച്ച് ഇഷ്ടമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പ്രണയമാണ്. സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത് പറയോ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പറഞ്ഞാൽ മതി. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഞാനിപ്പോൾ ഒരാളെ പറ്റിക്കാൻ പോവാണേ. വിളിച്ചോണ്ടിരിക്കും അഭിനന്ദനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയണമെന്ന് ഒത്തിരി കാലമായി വിചാരിക്കണു, ഇതുവരെ പറ്റിയില്ല. അഭിനന്ദനെ ഇഷ്ടായോ? പണ്ട് എന്നെ ഇഷ്ടായിരുന്നോ? എന്നിട്ട് എന്താ ഇത്ര നാളും പറയാ? ഞാൻ എന്തിനാ ഭയം? പറഞ്ഞാ ഞാൻ ഇഷ്ടാന്നല്ലേ തിരിച്ചു പറയുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തേ? എന്റെ ശബ്ദം ഇഷ്ടായില്ല? എന്താ അഭിനന്ദ, ഇത് എല്ലാ ദിവസവും രാവിലെ ഞാൻ അഭിനന്ദനെ കാണാറില്ലേ? അപ്പോഴൊക്കെ എന്നെ നോക്കി ചിരിക്കാറില്ലേ? ഓഹോ, ആരാണ് ഈ ദീപ്തി? ഞാൻ കൂടാതെ ഇയാൾക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. ഇനി എനിക്ക് ഇയാളോട് ഒന്നുമില്ല. എന്റെ പ്രണയം എല്ലാം പോയി. ഇങ്ങനെ ചതിക്കരുതായിരുന്നു. ഇയാളെ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ആരാധന മനസ്സിലായോ? എനിക്ക് വയ്യ. കോളേജിൽ പഠിക്കുമ്പോ എത്ര തവണ പ്രണയിച്ചിട്ടുണ്ട്? ആഹാ, കോളേജിൽ വെച്ച് പ്രണയിക്കാത്ത അഭിനന്ദന്റെ അടുത്ത് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പക്ഷെ ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സൗഹൃദവും പ്രണയവും തമ്മിൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചില സൗഹൃദങ്ങളെ പ്രണയങ്ങളായിട്ട് കാണും, ചില പ്രണയങ്ങളെ സൗഹൃദങ്ങളായിട്ട് നമ്മൾ തള്ളിക്കളയും. ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ അഭിനന്ദ്. അതെങ്ങനെ അഭിനന്ദ്? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? അങ്ങനെയുള്ള കാരണങ്ങളൊന്നും ഇങ്ങനെ തോന്നും. നമ്മളോട് അട്രാക്ഷൻ ഉള്ള ആൾക്കാര് നമ്മളോട് കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുമ്പോൾ നമ്മളോട് ഇഷ്ടമായിട്ടാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉള്ളിലുണ്ടാവും. കുറ്റം ശരിക്കും നമ്മുടെയോ അതോ അവരുടെയോ? അത് രണ്ടുപേർക്കും തോന്നാം എന്നാണ് എന്റെ വിഷയം. ഓക്കെ, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതെ, അത് നമ്മുടെ ഏജന്റാണ്. ഓക്കെ, താങ്ക് യു അഭിനന്ദ്. അഭിനന്ദ് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ അവരെന്തിങ്ങോട്ട് കാണിച്ചാലും നമ്മൾ പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കും. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. രണ്ട് കൂട്ടർക്കും ഇത് സംഭവിക്കാം.
എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുക. പിന്നെ ഇതുപോലെ ലവ് ബൈറ്റ്സിൽ കൂടെ സംസാരിക്കണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സൗഹൃദവും പ്രണയവും തമ്മിൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചില സൗഹൃദങ്ങളെ പ്രണയങ്ങളായിട്ട് കാണും, ചില പ്രണയങ്ങളെ സൗഹൃദങ്ങളായിട്ട് നമ്മൾ തള്ളിക്കളയും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ അഭിനന്ദ്. അതെങ്ങനെ അഭിനന്ദ്? അങ്ങനെ തോന്നിയിട്ടുണ്ട്, നമുക്കങ്ങനെ തോന്നും, പക്ഷെ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? അട്രാക്ഷൻ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ തോന്നും. നമ്മളോട് അട്രാക്ഷനുള്ള ആൾക്കാർ ഇന്നോട് നമ്മൾ കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുമ്പോൾ നമ്മളോട് ഇഷ്ടമായിട്ടാണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉള്ളിലുണ്ടാവും. കുറ്റം ശരിക്കും നമ്മുടെയോ അതോ അവരുടെയോ? അത് രണ്ടുപേർക്കും തോന്നാം എന്നാണ് എന്റെ വിഷയം. ഓക്കെ, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതെ അതെ, അത് നമ്മുടെ ഏജന്റാണ്. ഓക്കെ, താങ്ക് യു അഭിനന്ദ്. അഭിനന്ദ് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ. നമുക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ അവരെന്തിങ്ങോട്ട് കാണിച്ചാലും നമ്മൾ പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കും. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, രണ്ട് കൂട്ടർക്കും ഇത് സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുക. പിന്നെ ഇതുപോലെ ലവ് ബൈറ്റ്സിൽ കൂടെ സംസാരിക്കണമെങ്കിൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ് എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.